എല്ലാവർക്കും ചുമ, പനി, കഫക്കെട്ട്, നെഞ്ചിലൊരു കുറുകുറുപ്പ് പോലെ തോന്നുന്നത്, ഈ പനി വന്നു കഴിഞ്ഞിട്ടും വിട്ടുമാറാത്ത ചുമ, പിന്നെ ശരീരവേദന, ക്ഷീണം. അപ്പൊ എല്ലാരും ഇങ്ങനെ ചോദിക്കുകയാണ്, ഇതെന്താണ്, പുതിയ വല്ല അസുഖമാണോ, ഇതെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം, എപ്പോഴാണ് നമ്മൾ ഡോക്ടറുടെ സഹായം തേടേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മോസ്റ്റ് ഓഫ് ദ ടൈം ഇതൊരു സീസണൽ വൈറൽ ഇൻഫെക്ഷൻ ആണ്. കാരണം നമ്മുടെ ഈ കേരളത്തിലെ ഇടയ്ക്കിടയ്ക്ക് ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ചൂട്, ചിലപ്പോൾ മഴ, രാവിലെ ആവുമ്പം തണുപ്പ്, ഉച്ചയ്ക്ക് ഭയങ്കര ചൂട്, രാത്രി പിന്നെയും തണുപ്പ്. സോ ഇങ്ങനെ ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം വൈറൽ ഇൻഫെക്ഷൻ ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ആവും. ഈ വൈറസ് പെട്ടെന്ന് സ്പ്രെഡ് ആവും ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസിൽ. സോ അതുകൊണ്ട് തന്നെ സ്കൂളിലാവട്ടെ, ഓഫീസിലാവട്ടെ, പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഒരു ക്രൗഡില് ഒരാളൊന്ന് ചുമച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വൈറസ് പെട്ടെന്ന് സ്പ്രെഡ് ആവും. സോ അങ്ങനെ ഉണ്ടാവുന്ന ചില സിംറ്റംസ് ആണ് മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, ചുമ, കഫക്കെട്ട്, നെഞ്ചിലൊരു കുറുകുറുപ്പ് പോലെ, പനി, ശരീരവേദന, ക്ഷീണം. ഇതൊന്നും പുതിയൊരു ഡിസീസ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു വൈറൽ വേവ് എന്ന് വേണമെങ്കിൽ പറയാം. അധികം ആൾക്കാർക്കും ഈ ഒരു ഇൻഫെക്ഷൻ ഭയങ്കര മൈൽഡ് ആയിരിക്കും. ഒരു 5 മുതൽ 7 ദിവസം അങ്ങനെയൊക്കെ നിൽക്കുക. കാരണം അവർക്ക് ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. ഇനിയിപ്പോ ഇമ്മ്യൂണിറ്റി തീരെ ഇല്ലാത്ത ആൾക്കാർ, ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കുട്ടികളില്, കുറച്ചും കൂടെ പ്രായം ചെന്ന ആൾക്കാരിലൊക്കെ ഈ ഒരു സിംറ്റംസ് ഒക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടായിരിക്കും കാണിക്കുക. ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചില ഹോം കെയർ ടിപ്സ്, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് റെസ്റ്റ്. നമ്മുടെ ബോഡി ഭയങ്കര ടയേർഡ് ആണെങ്കിൽ നമ്മൾ എന്തായാലും റെസ്റ്റ് എടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വാം ഫ്ലൂയിഡ്. നമ്മൾ ഇളം ചൂടുള്ള അല്ലെങ്കിൽ നമുക്ക് പറ്റാവുന്ന ചൂടുള്ള വെള്ളം മാത്രം കുടിക്കുക. തണുത്തത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. തണുത്ത ഭക്ഷണങ്ങളും എന്തും ആയിക്കോട്ടെ, തണുത്തത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യാവുന്നത്, പെട്ടെന്ന് മാറണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ആവി പിടിക്കുക, സ്റ്റീം ഇൻഹലേഷൻ. ദിവസവും ഒരു 2 മുതൽ 3 തവണയെങ്കിലും മസ്റ്റായിട്ട് ഒരു 20 മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് ആവി പിടിക്കാൻ കഴിയുമെങ്കിൽ ഇത് പെട്ടെന്ന് മാറാവുന്ന ഒരു അസുഖമാണ്. കാരണം ഇപ്പൊ ആരും ആവി പിടിക്കുന്നില്ല, ആവി പിടിക്കാൻ മടിയുള്ള ആൾക്കാരാണ്. ഒരു 5 മിനിറ്റ് എങ്കിലും പിടിച്ചാലായി എന്നുള്ളത്. നിങ്ങൾക്ക് ഈ കഫമൊക്കെ ഉറച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഈ ഒരു കഫം അലിയിച്ചിട്ട് ആ കഫം അങ്ങോട്ടേക്ക് പോകും. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് സൈനസ് ഏരിയ ആണ്. അതായത് ഈ ഒരു ഏരിയ, അവിടെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ആവി കൊള്ളിക്കേണ്ടത്. സോ ആ ഒരു സൈനസ് ഏരിയ, സൈനസ് ബ്ലോക്കേജ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് മൂക്കടപ്പും തലവേദനയും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൈനസ് ഏരിയയിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും വേണമെങ്കിൽ ബാം അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ആവി ദിവസവും കൊള്ളുക. പിന്നെ ഉള്ളതാണ്, നിങ്ങൾ ഇളം ചൂടുവെള്ളത്തില് 1-2 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ട് ഗാർഗിൾ ചെയ്യുക, കവിളുക. അതും ഇതേപോലെ 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ നിങ്ങൾക്ക് കവിളാവുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ തൊണ്ടവേദന, അതേപോലെ ഒരു ഡ്രൈനെസ്, ഒരു വരൾച്ച പോലെ നിങ്ങൾക്ക് തൊണ്ടയിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കഫക്കെട്ട് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗാർഗിള് അതിനെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഒരു ഡ്രൈ കോഫാണ്, വരണ്ട ചുമയാണ്, രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളത്തില്, ചൂടുവെള്ളത്തില് 1 ടേബിൾ സ്പൂൺ ഹണി, തേനും വേണമെങ്കിൽ നിങ്ങൾക്ക് ജിഞ്ചർ, ഇഞ്ചി, കുരുമുളക്, ഇത് 3 ഇട്ടിട്ട് ഈ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാല്, ഇളം ചൂടുള്ള പാലില് ഒരു പിഞ്ച് മഞ്ഞൾ ഇട്ടിട്ട് കുടിക്കാവുന്നതാണ്. അപ്പൊ ഇത് രണ്ടും നമ്മുടെ തൊണ്ടയിൽ ഒരു ആശ്വാസം കിട്ടാനും അതേപോലെ ഈ ചുമ കുറയാനും നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കും നല്ലതാണ്. പിന്നെ ഈ ഒരു ടൈമിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് കഴിക്കുക. ലൈക്ക് പേരയ്ക്ക കഴിക്കാം, ഓറഞ്ച് കഴിക്കാം, ആൻഡ് ധാരാളം വെള്ളവും കുടിക്കാം. നിങ്ങൾക്ക് പനിയാണ്, ഒരു ഫീവർ ആണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും അറിയാം, അതിന് ഒരു ഡോക്ടറും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാം പാരസെറ്റമോൾ കഴിക്കണമെന്ന്. സോ നിങ്ങൾക്ക് പനി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാരസെറ്റമോൾ കഴിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ കഴിക്കാൻ പാടില്ലാത്തതാണ് ആന്റിബയോട്ടിക്സ്. അനാവശ്യമായിട്ട് നിങ്ങൾ സ്വയം പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ആന്റിബയോട്ടിക്സ് കഴിക്കാതിരിക്കുക. കാരണം ഇപ്പോൾ ഉള്ളത് വൈറൽ ഇൻഫെക്ഷൻ ആണ്. സോ വൈറൽ ഇൻഫെക്ഷൻ ആന്റിബയോട്ടിക് കഴിച്ചുകൊണ്ട് ഒരു നല്ലതും നടക്കാൻ പോകുന്നില്ല. സെൽഫ് മെഡിക്കേഷൻസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും. ഇനിയിപ്പോ നിങ്ങളുടെ പനി 3 ദിവസത്തിൽ കൂടുതലുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഈ പാരസെറ്റമോളും ഡോളോ ഒക്കെ കഴിച്ചിട്ടും ഈ പനി വിട്ടു മാറുന്നില്ല, 3 ദിവസത്തിൽ കൂടുതൽ ഈ പനി ഉണ്ട്, അതേപോലെ ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ഒരു നെഞ്ചിൽ ഒരു വേദന, ശ്വാസം മുട്ടൽ ഉണ്ടെങ്കിൽ, ഭയങ്കര ക്ഷീണം, ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത ക്ഷീണം ഉണ്ടെങ്കിൽ, ആൻഡ് ചുമ 3 ആഴ്ച കഴിഞ്ഞിട്ടും ഈ ചുമ വിട്ടു മാറുന്നില്ല, ഈ ഒരു സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ബ്ലഡ് ടെസ്റ്റും ചെയ്യാം. ഇനി നമുക്ക് ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? കോവിഡിന് ശേഷം വന്ന ഒരു കാര്യമാണ് മാസ്ക്. ആരും മാസ്ക് ധരിക്കുന്നില്ല. സോ ആ ഒരു കാര്യമാണ് നമ്മൾ മാറ്റേണ്ടത്. ഇപ്പൊ പുറത്ത് പോകുമ്പോൾ ഒരു പബ്ലിക്, ഒരു ക്രൗഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ പ്ലീസ് വെയർ എ മാസ്ക്. പിന്നെ നിങ്ങളുടെ
ബോട്ടിലോ കപ്പോ എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. കാരണം ഈ ഷെയറിങ്ങിലൂടെയാണ് ഈ വൈറസ് സ്പ്രെഡ് ആവുന്നത്. സോ നിങ്ങൾ വാട്ടർ ബോട്ടിലും കപ്പും കാര്യങ്ങളൊക്കെ വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. ആൻഡ് ഹാൻഡ് വാഷ്, നല്ലോണം കഴുകുക. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നിങ്ങൾ എവിടെയെങ്കിലും തൊട്ടിട്ടും പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ നല്ലോണം വൃത്തിയായിട്ട് കഴുകുക, ഹാൻഡ് വാഷ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ആൻഡ് സ്ലീപ് വെൽ, ഈറ്റ് വെൽ. നല്ല വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക. വൈറ്റമിൻ സി ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ആവശ്യം. നമ്മൾ ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ അസുഖത്തിന്റെ ഈ ജലദോഷപ്പനിയും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഇന്റൻസിറ്റി മൈൽഡ് ആവാനുള്ള സാധ്യതയാണ്. മീൻസ് പെട്ടെന്ന് മാറും. അപ്പൊ നമ്മൾ ഇമ്മ്യൂണിറ്റി ആണ് നമ്മൾ ബൂസ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് നെല്ലിക്കയും നാരങ്ങ പിന്നെ പേരക്കയും ഒക്കെ ധാരാളം ദിവസവും കഴിക്കാൻ ശ്രമിക്കുക. ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. നല്ലോണം ആവി പിടിക്കുക, നല്ല വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക ആൻഡ് ധാരാളം വെള്ളവും കുടിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. എന്നാൽ മാത്രമേ ഇതേപോലുള്ള ഹെൽത്തി ടിപ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിക്കുള്ളൂ. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ എന്തെങ്കിലും കാര്യം ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെന്റ് ചെയ്ത് ചോദിക്കാം. സോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.